ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് തട്ടകത്ത് ഉത്സവമായതുകൊണ്ട് തന്നെ വീട്ടിൽ കുറേ വിരുന്നുകാരൊക്കെ ഉണ്ടാവും. അത് കാരണം അതിൻ്റെ പണിത്തിരക്കിലൊക്കെയാണ് നമ്മൾ. തിരക്ക് പിടിച്ചിട്ടുള്ള പണികളൊക്കെ ആയ കാരണം കുറേയൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. വിശേഷ ദിവസങ്ങളിലൊക്കെ എപ്പോഴും ഇവിടെ ഇറച്ചി മീനും തന്നെയായിരിക്കും കേട്ടോ. നാടൻ കോഴി പിന്നെ ഇന്നലെ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് ഒരെണ്ണം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ കറി വെക്കാനായിട്ടാണ് എടുക്കുന്നത് കേട്ടോ. ഇത് മുഴുവൻ നമ്മൾ വറക്കാനായിട്ട് എടുക്കാറ് കേട്ടോ. നമ്മൾ വിശേഷ ദിവസങ്ങളിലൊക്കെ നമ്മൾ വറക്കലാണ്. ചിക്കൻ കറി വെച്ചാൽ അധികം കഴിക്കില്ല കേട്ടോ. അപ്പം നമ്മൾ വറുത്തത് കഴിക്കുകയാണ് എല്ലാവരും, അതാ കഴിക്കാറ്. ഞാനാണെന്ന് നാടൻ കോഴിയും കഴിക്കില്ല, മീനും കഴിക്കില്ല, അതുപോലെ തന്നെ ആടും കഴിക്കില്ല. അങ്ങനെ ഇറച്ചികളൊന്നും കഴിക്കാൻ എനിക്ക് അധികം ഇഷ്ടമില്ല കേട്ടോ. വീട്ടിൽ വിരുന്നുകാരൊക്കെ വരുന്ന ദിവസം വീട്ടിലെ പണികളൊക്കെ എടുക്കുക അമ്മയുടെ ഡ്യൂട്ടിയാണ് കേട്ടോ. അമ്മയാണ് അതൊക്കെ ചെയ്യാറ്. പക്ഷെ ഇപ്പോൾ പ്രായമായതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് പണികളൊക്കെ എടുത്തു വരുമ്പോഴേക്കും ക്ഷീണാവുകയാണ്. അത് കാരണം കൊണ്ട് ചിക്കൻ വറക്കണ ഡ്യൂട്ടി മാത്രം അമ്മ ചെയ്തുള്ളൂ. ബാക്കിയുള്ളതൊന്നും പിന്നീട് അങ്ങോട്ട് ചെയ്യിപ്പിച്ചില്ല. ആട്ടിറച്ചി ഇവിടെ ഒന്നും കിട്ടാനില്ലാത്തതുകൊണ്ട് ആട്ടിറച്ചി വാങ്ങിക്കാനായിട്ട് പാവർട്ടി വരെ പോയപ്പോഴാണ് ആട്ടിറച്ചി കിട്ടിയത് കേട്ടോ. വിരുന്നുകാർക്ക് വേണ്ടിയിട്ടാണ് ആട്ടിറച്ചി മേടിച്ചേക്കണേ കേട്ടോ. നമ്മളാരും ഇവിടെ ആട്ടിറച്ചി കഴിക്കില്ല കേട്ടോ. ചേട്ടൻ്റെ അവിടെ നിന്ന് നാടൻ കോഴി ഉടന്നത് സുഖമായിട്ടാ അത് നുറുക്കി തന്നു കേട്ടോ. അത് കറി വയ്ക്കാനാണ് ഞങ്ങൾ എടുത്തേ. മീൻ പിന്നെ അറുക്കിയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അത് കുറച്ചെടുത്ത് കറി വയ്ക്കാനും ബാക്കിയുള്ളതൊക്കെ വറക്കാനുമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അറുക്കിയൊക്കെ വയ്ക്കുമ്പോൾ ഞങ്ങൾ മാങ്ങയൊക്കെ ഇട്ടിട്ട് തേങ്ങാപ്പാൽ വെച്ചിട്ട് വെക്കാറ് കേട്ടോ. നിങ്ങളും അങ്ങനെ തന്നെയാണോ വെക്കാറ്? അമ്മേനെ മാറ്റി നിർത്തിയപ്പോൾ പിന്നെ പണികൾ സ്പീഡ് കുറഞ്ഞു കിട്ടാ. പിന്നെ പണികൾ എടുക്കണമെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റില്ല. അപ്പോഴേക്കും പിന്നെ ചേട്ടൻ്റെ ഭാര്യയും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ എല്ലാവരും കൂടിയായപ്പോൾ സഹകരിച്ചിട്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് വേഗം പോയി. ആ ഒറ്റയ്ക്ക് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തിന് ഭക്ഷണമാവില്ല. അതുകൊണ്ട് എല്ലാവരും കൂടി ഒന്നിച്ചിട്ട് അങ്ങോട്ട് ചേച്ചിയും ചേട്ടനും എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും കൂടി ഒന്നിച്ച് പിന്നെ അങ്ങോട്ട് സഹകരിച്ചിട്ട് അങ്ങോട്ട് വേഗം വേഗം കാര്യങ്ങളൊക്കെ ചെയ്തു. ഞാനും ചേച്ചിമാരും കൂടിയിട്ട് അമ്പലത്തിൽ പ്രസാദോട്ട് കൊടുക്കണ കാരണം അവിടെ പോയിട്ട് ഭക്ഷണം കഴിച്ചേട്ടാ. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഭക്ഷണത്തിന്. പായസം പിന്നെ പാലട ആയിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. അമ്പലത്തിൽ പോയിട്ട് പിന്നെ ഒന്ന് തൊഴുതിട്ടൊക്കെ ഇങ്ങോട്ട് പോന്നു കേട്ടാ. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടാ പിന്നെ പോയുള്ളൂ. ഞങ്ങളുടെ വീടിൻ്റെ പടിക്ക കൂടിയാണ് കേട്ടാ പിന്നെ ഓരോ ക്ലബിൻ്റെ പരിപാടികൾ പോയിരുന്നത്. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു, ഒരേ ഡ്രസ് കോഡൊക്കെ ഇട്ടിട്ട്. ഇതിപ്പോൾ ഞങ്ങളുടെ അവിടുത്തെ 500-മാരുടെ ടീമാണ് കേട്ടാ. അങ്ങനെ ഞങ്ങൾ വീണ്ടും അമ്പലത്തേക്ക് വന്ന് അവിടെ മേളൊക്കെ കുറച്ച് നേരം കേട്ടിട്ട് പിന്നെ അവിടെ ചുറ്റിക്കറങ്ങി നടന്നു കേട്ടോ. രാത്രിയായപ്പോഴേക്കും പിന്നെ അമ്പലത്തിൻ്റെ ഗ്രൗണ്ട് കാണാനില്ലാത്ത പോലെ ആയിട്ടാ. അത്രയ്ക്കധികം ജനങ്ങളായിരുന്നു കേട്ടാ. എല്ലാ ക്ലബിൻ്റെ പരിപാടികളും വളരെ മനോഹരമായിരുന്നു കേട്ടാ. പൂരം അങ്ങനെ അടിപൊളിയായിട്ട് ആഘോഷിച്ചിട്ടാണ് പിന്നെ പോകുന്നത് കേട്ടാ. ഗാനമേളയൊക്കെ കണ്ടിട്ടാണ് പിന്നെ പോകുന്നത്. ഇനി അടുത്ത വർഷത്തിനായിട്ട് കാത്തിരിപ്പല്ലേ അല്ലേ. പൂരങ്ങൾ തുടങ്ങുന്ന ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞങ്ങളുടെ അടുത്ത് പൂരം കഴിയും. അത് കാരണം നിങ്ങളുടെ അടുത്ത് പൂരമൊന്നും കഴിഞ്ഞിട്ടുണ്ടാവില്ല അല്ലേ. അപ്പം ശരി, അടുത്ത വീഡിയോ ആയിട്ട് വരാം.